ഇന്ന് നമ്മളൊരു ഡോർ ഫ്രെയിമിൽ തേക്കിൻ്റെ കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഡോറ് ഒറിജിനൽ തേക്ക് തന്നെയാണ്, റീപോളിഷ് ചെയ്യാനാണ്. അപ്പോൾ ഇതിൻ്റെ കട്ടല ഇരുമുള്ളായിരുന്നു. അതിലാണ് നമ്മൾ തേക്കിൻ്റെ കളർ അടിച്ച് ചെയ്യുന്നത്. ഇതിന് NC പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്, ഓട്ടോലാക്കിൻ്റെ NC പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ കതകിൻ്റെ കളറിനനുസരിച്ച് നമുക്കിതിൽ മിക്സ് ചെയ്ത് അടിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈനിൽ വരച്ചപ്പോൾ ഇവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവരത് മായ്ച്ച് കളയാനാണ് പറഞ്ഞത്. കാരണം അവർക്ക് ഈ ഒരു വര പോരാ, കാരണം ഡോറിൽ വലിയ ഡിസൈനൊന്നുമില്ല, എന്നാലും അവർക്ക് കട്ടലയിൽ വര വേണം. ഇതുപോലെ ഷെയ്ഡ് പോലെ ആക്കിയിട്ട് ചെയ്തു പോകാനായിട്ട് അവർക്ക് താല്പര്യമില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു 10-20 വർഷം മുൻപ് വർക്കൊക്കെ പഠിക്കുന്ന സമയത്ത് വർക്ക് ചെയ്തിരുന്ന പെയിൻറ്റേഴ്സാണ്. അപ്പോൾ അവർക്ക് ആ രീതിയിലുള്ള വരകളാണ് വേണ്ടത്. അവർക്ക് സിമ്പിളായിട്ടുള്ള വരയോടൊന്നും വലിയ താല്പര്യമില്ല. പക്ഷേ ഇതുപോലെ വരയ്ക്കുമ്പോൾ കുറച്ച് സമയമൊക്കെ എടുത്തുനിന്ന് വരും. പക്ഷേ അവർക്ക് സമയവും വിഷയമല്ല. അവർക്ക് വരയ്ക്കുന്നത് ഇതുപോലെ ആകെ ഡിസൈനൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പല ആളുകളും വന്ന് ചില സമയത്ത് കമൻറ്റിൻ്റെ അടിയിൽ അങ്ങനെ വര കൂടിപ്പോയി, വര കുറഞ്ഞു പോയി, വര പോയി പഠിക്കണം, വര ഒറിജിനൽ തേക്കിനെ പോയി സ്കാൻ ചെയ്യണമെന്നൊക്കെ ചില ആളുകൾ വന്ന് പറയാറുണ്ട്, അതിനെ പോയി കാണണമെന്നൊക്കെ. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഓരോ വ്യക്തികളുടെയും മൈൻഡ് പല രീതിയിലായിരിക്കും. ചിലർക്ക് ആകെ വര വേണ്ടി വരും, ചിലർക്ക് ഡാർക്ക് വേണ്ടി വരും, ചിലർക്ക് ലൈറ്റ് വേണ്ടി വരും, പല രീതിയിൽ വേണ്ടി വരും. അപ്പോൾ അത് അവർക്ക് എന്താണോ വേണ്ടത്, നമ്മളെക്കൊണ്ട് പറ്റുമെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കുക. നമുക്ക് പറ്റാത്തൊരു കാര്യം നമ്മൾ ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത്. കാരണം മറ്റൊരാൾ വരച്ചത് കാണിച്ച് തന്നിട്ട് ഇതുപോലെ വരയ്ക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പറ്റില്ല. പക്ഷെ നമുക്ക് പറ്റുന്നതുണ്ട്, അത് നമുക്ക് കഴിയുമെങ്കിൽ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെ അങ്ങ് ചെയ്തു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ആളുകൾക്ക് നമ്മളെ വർഷങ്ങളായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെ അവർക്ക് അറിയാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള വരയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് സമയമൊന്നും അവർക്കൊരു വിഷയമല്ല. ഇനിയിപ്പോൾ അത് ഒരു ദിവസം കൊണ്ട് തീർന്നില്ല, രണ്ടാമതൊരു ദിവസം ഇരുന്ന് ചെയ്താലും അവർക്ക് വിഷയമല്ല. അവർക്ക് ഇതുപോലെ ആകെ വര വേണം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ചില സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുക. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ വളരെ സ്പീഡിൽ ചെയ്ത് തീർക്കണമെന്നായിരിക്കും, ചിലപ്പോൾ ഒരു 10 കട്ടലയും ഇതൊക്കെ പെട്ടെന്ന് തീർക്കണമെന്ന് പറയുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് അങ്ങനെ നമ്മൾ വെറുതെ ഒരു ബ്രഷ് എടുത്ത് വലിച്ചും തിരിച്ചുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ആയാൽ മതി, കളറായാൽ മതി. അപ്പോൾ പല ആളുകളും പല രീതിയാണ്. അപ്പോൾ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇതിൽ ഒരു 2 പീസ് ജനൽ നമുക്ക് വരയ്ക്കാനുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഒറിജിനൽ തന്നെയാണ്. കുറേയൊക്കെ വീട്ടിൽ സ്റ്റെയിൻ ചെയ്ത് വിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഇരുവുള്ളായതുകൊണ്ട് ഡോറും വീട്ടിൽ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നിന്നതാണ്. പക്ഷേ ഡോറിൻ്റെ ബാക്ക് സൈഡ് ചെയ്തപ്പോൾ വീട്ടിലെ ഉടമസ്ഥന് അത് അത്ര വലിയ താല്പര്യമായില്ല, കാരണം ഒറിജിനൽ തേക്കായതുകൊണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ കട്ട്ലയിൽ തേക്കിൻ്റെ കളർ അടിച്ചതിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രമാണ് ഇപ്പോൾ തേക്കിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാക്ക് വശമൊക്കെ റോസ് വുഡ് സ്റ്റെയിനാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു പക്ഷേ സ്റ്റെയിൻ ചെയ്യുന്നതായിരിക്കാം ലാഭം, കാരണം പെയിൻ്റ് അടിച്ച് വരച്ച് അങ്ങനെയൊക്കെ വരുമ്പോൾ എക്സ്പെൻസ് ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ സ്റ്റെയിൻ ചെയ്ത് വിടുകയാണെങ്കിലൊക്കെ ഒരു കളറായിട്ട് അങ്ങ് വിടാം, ആ ഒരു പൈസയൊക്കെ ലാഭം കിട്ടും, അതായിരിക്കാം.